മുട്ട പപ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എന്നാൽ മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റ് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്താലോ? കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് എടുക്കുക, ഒരു 3-4 പീസ് ബ്രെഡ് എടുക്കുക. അതിനെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെക്കുക. ഞാൻ 4 പീസ് ബ്രെഡാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 4 പുഴുങ്ങിയ മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ മുട്ട ചെറുതായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. 3 വലിയ സവാളയും 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചോപ്പറിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങ് മാറ്റി വെക്കുക. ഒരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് സവാള അരിഞ്ഞെടുത്തില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി വരേണ്ട, സവാളയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി വരണം, അത്ര മാത്രം മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് എൻ്റെ പച്ചസ്മെല്ല് മാറുന്നവരെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. വേറെ ഒരു ഫ്രൈ പാൻ എടുക്കുക. ഇതിലോട്ട് ഒരു ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സൈഡ് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ബട്ടർ അതിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ ബ്രെഡ് ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ ഈ കാണുന്ന ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ റെഡിയാക്കിയെടുത്ത മസാലക്കൂട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്തുക മുട്ട ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എത്രയും മുട്ട വെച്ച് കൊടുക്കുക അത്രയും മുട്ട വെച്ച് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കൂടെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ അകത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നമ്മളിതിനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിലിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റാണ്. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന മസാല മുട്ട പപ്സിൻ്റെ മസാലയാണ്. അതുപോലെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മസാല ചീസ് എല്ലാം കൂടെ വരുമ്പോഴത്തെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.